യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദൈവമായ കർത്താവ് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിരന്തരം നിങ്ങൾ എന്നെ അന്വേഷിച്ചുകൊണ്ട് എന്നോടൊപ്പം നടന്നാൽ, എന്നോടൊപ്പമായിരുന്നാൽ നിങ്ങൾ ജീവിക്കും. നമുക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി നൽകപ്പെട്ട് നമ്മൾ ജീവിക്കും. പാപത്തിൽ നിന്നും മാറി നിന്ന് ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കും. ദൈവം നൽകിയതാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കും. ഈ ഭൂമിയിൽ നമ്മുടേതെന്ന് പറയുവാനൊന്നുമില്ല. സർവ്വതും ദൈവത്തിൻ്റെതാണെന്ന് വിചാരിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കൾ ദൈവത്തോടൊപ്പമായിരിക്കുവാനും ദൈവീക സ്വരം കേട്ടുകൊണ്ട് ജ്ഞാനത്തിലും വിവേകത്തിലും വളരുന്നതിനും ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമുക്ക് വേണ്ടതെല്ലാം ദൈവം സമർത്ഥമായി തന്നതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിച്ചതിന് നന്ദി പറയാം. എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും ദൈവം എടുത്തു മാറ്റി സമൃദ്ധി നൽകിയതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ഏക കർത്താവായ ഈശോ മിശിഹായുടെ സർവശക്തനും സർവാധിപനുമായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.